ഹായ് ഗൈസ്, ഞാനിപ്പോൾ അമ്പൂരി കൂട്ടപ്പ് റോഡിൽ CSI പള്ളിത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അമ്പൂരി ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ആ കാണുന്ന ഭാഗമാണ് അമ്പൂരി ജംഗ്ഷനിലേക്കുള്ളത്. ഈ ഭാഗം കൂട്ടപ്പിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ A/AK20 എന്ന നമ്പർ അടിച്ചിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ അമ്പൂരി സെക്ഷൻ, AK എന്ന് പറഞ്ഞാൽ അമ്പൂരി കൂട്ടപ്പു റോഡെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ 20-ാം നമ്പർ പോസ്റ്റിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്നും അമ്പൂരിൽ നിന്ന് കൂട്ടപ്പിലേക്ക് വരുമ്പോൾ വലത്തേക്ക് തിരിഞ്ഞ്, പള്ളിത്തറ എത്തുമ്പോൾ വലത്തേക്ക് തിരിഞ്ഞ് തുടിയങ്കോണത്തേക്കും അവിടെ നിന്ന് ചപ്പാത്തിലേക്കും കണ്ണന്നൂരിലേക്കും കുടപ്പനമൂരിലേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് റോഡുണ്ട്. അതിൻ്റെ മുന്നിലായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ റോഡിലേക്ക് തിരിയുമ്പോൾ നമ്മൾ സാധാരണ റോഡിൽ ഇവിടെ നിന്ന് വളഞ്ഞ് തുടിയങ്കോണത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇടതുവശത്തു കൂടെയാണ് വാഹനങ്ങൾ ഓടിച്ചു പോകേണ്ടത്. ഈ മെയിൻ റോഡിൽ നിന്ന് കയറുന്നവർ പോക്കറ്റ് റോഡാണ്. അപ്പോൾ ഇവിടെയായിട്ട് കുടിവെള്ള പദ്ധതിയുടെ ഒരു ജംഗ്ഷൻ പോയിൻ്റ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടേക്കൊക്കെ ഉള്ള കുടിവെള്ള പദ്ധതിയുടെ മെയിൻ പോയിൻ്റാണ്. അപ്പോൾ ഈ സ്ലാബ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാരണം ഞാൻ ഉൾപ്പെടെ എല്ലാവരും അമ്പൂരി ഭാഗത്തുനിന്ന് വണ്ടി ഓടിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്നീ വലതു ഭാഗത്തേക്ക് പോകും. നിയമങ്ങൾ അറിയാത്തവരാണെങ്കിൽ വലതു ഭാഗത്തേക്ക് പോകും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് ഇങ്ങനെ വരും. ഇതുവഴി ഇങ്ങനെ തിരും. എന്നിട്ട് ഈ സ്ലാബ് കടന്നിട്ട് മാത്രമേ നമുക്ക് ഇടതുവശത്തേക്ക് കടക്കാൻ ചേർന്ന് പോകാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭവിഷ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ വാഹനങ്ങൾ ഈ പോക്കറ്റ് റോഡിൽ നിന്ന് അമ്പൂരിയിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടപ്പുലോട്ട് തിരിയുമ്പോഴോ അല്ലെങ്കിൽ അമ്പൂരിയിൽ നിന്ന് വലിയ വാഹനങ്ങൾ ഇവിടെ നിന്ന് തുടിയങ്കോണം ഭാഗത്തേക്ക് പോകുമ്പോഴോ ഹോൺ അടിച്ചാലും ഇല്ലെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ ആവാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇതൊരു തടസ്സം പോലെ ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ കൂടെ കയറി പോകാൻ പലരും ധൈര്യപ്പെടില്ല. ചിലപ്പോൾ പൊളിഞ്ഞ് താഴെ വീണല്ലോ എന്നുള്ള ഒരു പേടി വെച്ചിട്ട് ഞാൻ ഉൾപ്പെടെ അങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കാറില്ല. അപ്പോൾ ഇത് കാരണം പല അപകടങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആൾക്കാർ വലതുവശത്തേക്ക് വണ്ടി ഓടിക്കയറുകയും അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ തമ്മിൽ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആകെപ്പാടെ കൺഫ്യൂഷനാവും ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇതിവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ ഒരു നടപടി എടുക്കണമെന്ന് ഈ ഭാഗത്തുനിന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നില്ല. ഇവിടെ നിന്ന് മാറിയൊക്കെ ആവശ്യം പോലെ സ്ഥലമുണ്ട്. ഈ റോഡിൽ തന്നെ ആവശ്യം പോലെ സ്ഥലമുണ്ട്. കൂട്ടപ്പ് റോഡിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതാണ്. എങ്കിൽ അപകടങ്ങൾ ഒഴിവായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായമാണ്. അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ ഇതിനെ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുക. അതൊരു അഭ്യർത്ഥനയാണ്. അല്ലെങ്കിൽ ധാരാളം അപകടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്.